ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കാൻ കണ്ണേറ് ധാരാളം. കച്ചവടം, ബിസിനസ്, സാമ്പത്തികം, ശാരീരികം, മാനസികം, എല്ലാ മേഖലയും തകർക്കാൻ കണ്ണേറ് ധാരാളമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എല്ലാ മതത്തിലും ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരിൽ തന്നെ പല വർഗ്ഗക്കാരുണ്ടല്ലോ. മുത്തു റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. മഹാന്മാരെ സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹിക്കാത്തവരുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. എന്തെല്ലാം ആളുകളുണ്ട് അല്ലേ. ഖുർആനിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഹദീസിൽ വിശ്വസിക്കാത്തവരും വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സിഹറിലും കണ്ണിലും ഒക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ഈ വീഡിയോ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകം പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ 100% വിശ്വാസം ഉള്ള ഒരാൾക്ക് മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കൺദൃഷ്ടി എന്ന് പറയുന്നത്. കണ്ണേറ് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം, അത് ബാധിക്കുമെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. കണ്ണേറ് ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ണേറ് ബാധിച്ചാൽ എന്താണ് ചെയ്യുക? പലതും ചെയ്തിട്ടും കണ്ണേറ് മാറുന്നില്ല. അല്ലെങ്കിൽ കണ്ണേറ് ബാധിച്ച ഒരു വ്യക്തിക്ക് എന്തായിരിക്കും അടയാളം? എന്തൊക്കെയാണ് അനുഭവം? എങ്ങനെയാണ് ഇത് കണ്ണേറാണെന്ന് നമുക്ക് മനസ്സിലാവുക ഉസ്താദേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കണ്ണേറ് മൂലം പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ത് ചെയ്യണം, എങ്ങനെ ബാത്തിലാക്കണം എന്നും ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, കണ്ണേറ് അതൊരു ഹക്കായ കാര്യമാണ്, സത്യം തന്നെയാണ്. കണ്ണേറ് സത്യമാണ്, അതിലൊരു സംശയമില്ല. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അലിയാർ തങ്ങളുടെ മക്കൾക്ക്, ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർക്ക്. അപ്പോൾ കണ്ണേറിനെ കുറിച്ച് വളരെ സത്യമായ കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് കണ്ണേറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം, അല്ലെങ്കിൽ കണ്ണേറ് ബാധിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുപ്പി ഗ്ലാസ് ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട് നിലത്തേക്ക് ഇങ്ങനെ ഒരൊറ്റ ഇടലിടുക, ചില്ലിൻ്റെ ഗ്ലാസ്, എന്താവും അവസ്ഥ? അതിങ്ങനെ പൊട്ടി ചിതറിപ്പോവും. ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഏത് രീതിയിലായിരുന്നോ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിതറിപ്പോവും. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ, കണ്ണേറ് ബാധിക്കുന്ന മേഖലകൾ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ബിസിനസ്, കച്ചവടം, സൗന്ദര്യം, ഭംഗിയൊക്കെ ഉണ്ടല്ലോ അതിൽ. അതുപോലെ തന്നെ പ്രധാനമായി നല്ല സ്വഭാവമുള്ള ആളുകളിലൊക്കെ കണ്ണേറ് കാണാറുണ്ട്. എങ്ങനെയെന്നും കൂടി വിശദീകരിച്ച് തരാം. ഒരു നല്ല കച്ചവടം, നല്ല ഒരു ചായക്കട, നല്ല കച്ചവടമുള്ള ചായക്കടയാണ്. അതിലൂടെ നിങ്ങളിങ്ങനെ പോകുന്നു, വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ആ കടയിലേക്ക് വെറുതെ ഒന്ന് നോക്കുന്നു. വെറുതെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയാം, ഓ നോക്കാം ഓൻ്റെ ഒരു കച്ചവടം, എത്ര റുപ്യക്കാരപ്പോൾ ഓൻ്റെ ലാഭമല്ലേ, എപ്പോൾ നോക്കിയാലും അവിടെ ആൾക്കാരാണ്, നോക്കാം ഫുൾ തിരക്കാണ്, അവിടെ കാല് കുത്താൻ സ്ഥലമല്ല, ഓ എന്ത് തിരക്കാലേ, ഓ ഈ കിട്ടണൊക്കെ എവിടെ കൊണ്ടുവെക്കണമെന്നാവാം. ഒരു പക്ഷേ നമ്മൾ തമാശയിൽ പറഞ്ഞതാവാം, അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാവാം. ഇത് എല്ലാവരും പറഞ്ഞാൽ കണ്ണേറ് വരും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആളുകൾ, അള്ളാഹു ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ, ആ ആളുകളുടെ നാവ് അവരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ കണ്ണേറ്, അതായത് മരണത്തിലേക്ക് വരെ ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന കണ്ണേറ്. ഇവനിതങ്ങ് പറയുന്നതോടുകൂടി ആ കടയിലേക്ക്, കച്ചവടത്തിലേക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുങ്ങൾ? അടുത്ത ദിവസം മുതൽ അത്രയും ദിവസം രാവിലെ എണീച്ച് കട തുറക്കാൻ വളരെ ഉത്സാഹത്തോടു കൂടി വന്നിരുന്ന ആ ഒരു ആൾക്ക് പിന്നെ കട
തുറക്കാൻ തോന്നുന്നില്ല, രാവിലെ എണീക്കാൻ തോന്നുന്നില്ല, മടി. അത്ര ദിവസം വന്നിരുന്ന അയാൾക്ക് പിന്നെ കട തുറക്കാൻ പറ്റുന്നില്ല, രാവിലെ എണീക്കാൻ തോന്നുന്നില്ല. എണീച്ചാൽ തന്നെ വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ കുളിച്ച് മാറ്റി കടയിലേക്ക് വരും. കടയിൽ വന്നാൽ തന്നെ കടയിൽ ഇരിക്കാൻ തോന്നൂല, ഒരു തരം അസ്വസ്ഥത, കട പൂട്ടാൻ തോന്നുക, വരുന്ന ആളുകൾ മുടങ്ങി പോവുക. സ്ഥിരം ചായ കുടിക്കാൻ വന്നിരുന്ന ആളുകൾ എന്താവുമെന്നറിയോ, അവർക്ക് പിന്നെ പല തിരക്കായിട്ട് പിന്നെ കടയിലേക്ക് ആളുകൾ വരാതാവും. പതിയെ പതിയെ ആ തിരക്കെന്ന് പറഞ്ഞല്ലോ, ഹോണ്ട് നോക്കാം കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ ആ തിരക്ക് എന്തിനെ വർണ്ണിച്ചാണോ അവർ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് കാര്യങ്ങൾ പോകും. ഓപ്പോസിറ്റ് പോകുക പറഞ്ഞാൽ നല്ല തിരക്കുള്ള കട തീരെ തിരക്കില്ലാതായി മാറുക, നല്ല തിരക്കുള്ള കട തീരെ തിരക്കില്ലാതായി മാറുക. നല്ല അടിപൊളി ചായ ഉണ്ടോ അവിടുത്തത്, ചായൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ അവർ കൊടുക്കുന്ന ചായക്ക് ടേസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുക. നല്ല ഭക്ഷണം കേട്ടോ, ഭക്ഷണത്തിൽ കോറങ്ങട് വരിക, പിന്നെ ഭക്ഷണം കേട് വന്നു പോവുക. എന്തിനെയാണോ വർണ്ണിച്ച് പറഞ്ഞത് അത് നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഈ മനുഷ്യന് നിസ്കരിക്കാൻ തോന്നൂല. നിസ്കാരമുള്ള ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പതിയെ പതിയെ ഭാഗത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നിസ്കാരമില്ല, ഓത്തില്ല, ദിക്റില്ല, ഔറാദില്ല, ഇങ്ങനെ പതുക്കെ മടിച്ചിരിക്കുക. ഇങ്ങനെ ആയി എല്ലാം തകർന്ന് തരിപ്പടാകുമ്പോഴാണ് അവസാനം ഏതെങ്കിലും ഉസ്താദ്മാരുടെ അടുത്തൊക്കെ ഓടിപ്പിടിച്ചെത്തുക. ഉസ്താദെ നല്ലൊരു കച്ചവടമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ പോയതായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ കണ്ണേറായിരിക്കും. അങ്ങനെ അതൊക്കെ പ്രതിവിധിയൊക്കെ ചെയ്ത് റെഡിയായി വരുമ്പോഴേക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി അതൊന്ന് പഴയ ലെവലിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഈ കച്ചവടമൊക്കെ നശിച്ചു പോയല്ലോ, അതൊന്ന് പഴയ ലെവലിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്ക് നമുക്ക് മനം മടുക്കും. ഇങ്ങനെയാണ് ഒരു ബിസിനസ് തകർന്നു പോകുന്നത്, കണ്ണേറുകൊണ്ട് തകർന്നു പോകുന്നത്. ഞാനിപ്പോൾ ഒരു ചായക്കട ഉദാഹരണമാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് എന്തും സങ്കല്പിക്കാം. വേറെ ഹോട്ടൽ സങ്കല്പിക്കാം, പലചരക്ക് കട സങ്കല്പിക്കാം, എന്ത് വിഷയം, ഏത് കച്ചവടം നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഇങ്ങനെയാണ് കണ്ണേറ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കച്ചവടം നശിച്ചു പോവുക. ഇനി അടുത്തതായിട്ട് മക്കൾ. എത്ര മക്കളാണ് കണ്ണേറ് വന്ന് നശിച്ചു പോയതെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ പറയാറില്ലേ, ഉസ്താദ് എൻ്റെ മോൻ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല മോനായിരുന്നു, നല്ല പൊന്നുമോനായിരുന്നു, അല്ലെങ്കിൽ നല്ല പൊന്നുമോളായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയില്ല, ഇപ്പോൾ അവൻ ആരെ കണ്ടാലും ദേഷ്യം, ആരോടും മുണ്ടൂല, ഒന്നങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞ് ചാടി കണ്ട് വരും ഉസ്താദെ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഒന്നങ്ങോട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് ചാടി വരിക. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഓരോരോ പരാതി പറയുക. നല്ല രീതിയിൽ ഉണ്ടായിരുന്ന മക്കൾ നേരെ ഓപ്പോസിറ്റ്, നല്ലത് എന്ന് പറയിപ്പിച്ച നാവ് കൊണ്ട് അവനെപ്പോലെ മോശം ഒരാളില്ല എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവൻ കൊണ്ടെത്തിക്കും കാര്യങ്ങൾ. എന്താണ് കാരണം പറയട്ടെ. നല്ല സ്വഭാവം, ഉമ്മാനൊക്കെ നല്ല നോക്കി, എന്താ അമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടി, കുഴപ്പമൊന്നുമില്ല, സുഖമല്ലേ, റാഹത്തല്ലേ, ഉമ്മാൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഉമ്മാനെ ഒഴിഞ്ഞു കൊടുക്കുന്നു, ഉമ്മാനോട് തമാശ പറയണം, ഉമ്മാനോട് ചിരിക്കുന്നു, ഉമ്മാനോട് കളിക്കുന്നു, ഉമ്മാനും പെങ്ങന്മാരും ഒക്കെ നല്ല രീതിയിൽ നോക്കുന്നു. അയൽവാസിയത്തെ 2 താത്താർ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഏതെങ്കിലും 2 ആൾക്കാർ കല്യാണം പറയാനോ എന്തിനേലും വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന സമയത്ത് ഉമ്മാൻ്റെ കൂടെ അവൻ ഇരിക്കുന്നു, ഉമ്മാനങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നു, ഉമ്മാക്ക് എന്താ വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അവൻ ഇങ്ങനെ ഒരാളായിട്ട് നല്ല തങ്കപ്പെട്ട സ്വഭാവം, അല്ലെങ്കിൽ സംസാര ശൈലി കൊണ്ടാണെങ്കിലും ആ വന്ന ആളുകൾ പോകുമ്പോൾ പറയും, നോക്കാടി ആമിനാൻ്റെ മോനെ, ഓൻ്റെ ഒരു സ്വഭാവം നോക്കാജി, എന്താലേ നമ്മളെ മക്കളൊക്കെ നോക്കാജി, ഓൻ്റെ മോൻ നോക്കാജി, എന്തൊരു സ്നേഹമാണ് ആ അമ്മാനോട്, ആ മോൻക്കില്ലേ, ആ മകൻ്റെ ഒരു സ്വഭാവം നോക്കാം, ആരോടൊരു ദേഷ്യം വെറുപ്പ് ഒന്നുമില്ല, ഉഷാറല്ലേ, ഉഷാറാണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണോ അവർ കണ്ട് അത്ഭുതപ്പെട്ടത്, എന്താണോ അവനിലുള്ള പോസിറ്റീവ് അവർ കണ്ടത്, അതിനെ വർണ്ണിച്ച് പറയുമ്പോൾ കണ്ണേറ് എല്ലാവരും പറയുമ്പോൾ ഉണ്ടാവില്ല, കണ്ണേറ് സംഭവിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയത്ത് പറയുന്ന ആളുകൾ, ഖലാൻ്റെ ഖലായിൽ ഇതൊക്കെ വേണമല്ലോ. കണ്ണേർ അവർ പറഞ്ഞു എന്ന് കരുതി ഒറ്റയ്ക്ക് വരില്ല, റബ്ബിൻ്റെ ഖലായിൽ ഉദ്ദേശിച്ചെങ്കിൽ മാത്രം, റബ്ബിൻ്റെ തീരുമാനമില്ലാതെ ഒരു ഇല പോലും ചലിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു പറഞ്ഞു, കണ്ണേറ് തട്ടിയെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ മകൻ, ഉമ്മയെ സ്നേഹിച്ചിരുന്ന ആ മകൻ, ഉമ്മയെ താലോലിച്ച് ഉമ്മയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുത്തിരുന്ന ആ മകൻ പിന്നെ ഉമ്മാനോട് തട്ടുത്തരം പറയാൻ തുടങ്ങും, ഉമ്മാനെ വെറുപ്പോടുകൂടി നോക്കാൻ തുടങ്ങും, ഉമ്മ പറഞ്ഞത് കേൾക്കാതാവും. ഉമ്മ ഇങ്ങോട്ട് പോകാൻ മോനെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നിരുന്ന മകൻ പിന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവും.
ഫോണിലൂടെ ഫോൺ വിളിച്ചിട്ട് ഉമ്മാൻ്റെ കുട്ടി എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ അപ്പോൾ നിങ്ങൾ ഫോൺ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കും. എന്നിട്ട് ഉമ്മാർ പറയും ഉസ്താദേ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ല മോനായിരുന്നു, എല്ലാവരോടും ദേഷ്യമാണ് ഇപ്പോൾ അവന്, എല്ലാവരോടും ദേഷ്യവും വാശിയാണ്, അവനിപ്പോൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവനിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും വെറുപ്പിച്ചു കൊണ്ടാണ് എന്ന് പറയും. അപ്പം നല്ലത് കണ്ടിട്ട് നല്ലതുപോലെ പറയേണ്ട ആ കാര്യം നല്ല സ്നേഹത്തിൽ നല്ല ലാഘവത്തോടു കൂടി അവനിൽ എന്താണോ കണ്ടത് അത് വളരെ ഉഷാറായി വർണ്ണിച്ച് പറയുന്ന ആ സ്ഥലത്ത് എന്താവും, കണ്ണേറ് സംഭവിക്കും. മക്കളിൽ കണ്ണേറ് വരുന്നത് ഇങ്ങനെയാണ്. മക്കൾ പഠിക്കുന്ന കാര്യത്തിൽ നോക്കാ, ഓൻ്റെ ഒരു തല നോക്കാ, ഓൻ എന്ത് പഠിപ്പാണോ, ഓന് എന്ത് പറഞ്ഞാലും ഓൻ്റെ മണ്ടയിലിരിക്കും, ഓൻ്റെ മാർക്ക് നോക്കാച്ച്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ആൾക്കാർ മക്കളെ പഠനത്തെ അത് ബാധിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും കണ്ണേറ് ഐന് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കാൻ കണ്ണേറ് ധാരാളം, കച്ചവടം, ബിസിനസ്, സാമ്പത്തികം, ശാരീരികം, മാനസികം, എല്ലാ മേഖലയും തകർക്കാൻ കണ്ണേറ് ധാരാളമാണ്. അതുകൊണ്ട് ഐന് നല്ലോണം ശ്രദ്ധിക്കുക. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ അറിവിൽപ്പെട്ടാൽ, അതുവരെ ഇല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും തോന്നിയാൽ, മക്കളുടെ സ്വഭാവത്തിലൊരു മാറ്റം തോന്നിയാൽ, കച്ചവടത്തിലൊരു വേരിയേഷൻ തോന്നിയാൽ, കണ്ണേറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേഗം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യണം? കണ്ണേറിന് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുമെങ്കിൽ വളരെ സിമ്പിളാണ്. കണ്ണേറ് ബാധിച്ചു എന്ന് തോന്നിയാൽ ഒരുപാടൊന്നും മെനക്കെടാനൊന്നും ഇല്ലത്. ഒരു 7 ഫാത്തിഹ, 7 ഇഖ്ലാസ് മുഅവ്വിദത്തൈന് സൂറത്തുകൾ ഓതുക, കയ്യിൽ ഊതുക, ശരീരത്തൊന്ന് തടവുക, ശരീരം മുഖമൊക്കെ തടവുക. ഇത് ഓരോ നിസ്കാരത്തിന് ശേഷവും ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദുആ ഉണ്ട്, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇതാണ് കണ്ണേറിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദുആ. ഇത് ഇടക്കിടക്ക് ദുആ ചെയ്തിട്ട് കയ്യിലൂതുക, ദുആ ചെയ്യുക, അള്ളാഹുനോട് പറയാം. ഇത് നിങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കണ്ണേറ് ബാധിച്ചവരാണെങ്കിൽ അത് ഒഴിവായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. 21 ദിവസമോ 41 ദിവസമോ തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്യുക. അള്ളാഹു നമുക്കിത് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. കണ്ണേറ് ഒരിക്കലും ഏൽക്കാതിരിക്കാൻ, സിഹർ ഒരിക്കലും ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കുറേ ആളുകൾ ചോദിക്കുന്നതാണ്, കണ്ണേറിഞ്ഞ് ഏൽക്കാനേ പാടില്ല ഉസ്താദേ, സിഹറിഞ്ഞ് ഞങ്ങൾക്ക് ഏൽക്കാനേ പാടില്ല ഉസ്താദേ, അതിനെന്തെങ്കിലും ഒരു അമലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന് അമലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഞാനത് പറഞ്ഞു തരാം. ഏതായിരുന്നാലും ഈ മാരകമായ ഐനിനെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ ഖബറിലേക്കും ഒട്ടകത്തെ ചട്ടിയിലേക്കും എത്തിക്കുന്ന ദുഷിച്ച ആളുകളുടെ ഈ ഒരു കണ്ണേറിനെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.